ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +2 അക്കൗണ്ടിങ്ങിലെ പാർട്ണർഷിപ്പ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീ അസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. അതെന്താന്ന് പറയാം. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മളൊരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന ഒരാൾ പിരിഞ്ഞു പോവുകയോ മരിച്ചു പോവുകയോ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതുവരെയുള്ള അക്കൗണ്ട്സ് എല്ലാം ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിരിഞ്ഞു പോകുന്ന ആളുടെ ഷെയറോ കണ്ടെത്തണം, അല്ലെങ്കിൽ ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റ്, ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട്. അപ്പം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കിൽ കാണുന്ന വില ആയിരിക്കണമെന്നില്ല അസറ്റുകൾക്കും ലയബിലിറ്റികൾക്കും. ചിലപ്പോൾ ബുക്കിനേക്കാളും കൂടിയ വില ചില അസറ്റുകൾക്ക് ഉണ്ടായേക്കാം. ചിലപ്പോൾ ചില അസറ്റുകളുടെ വില ബുക്കിനേക്കാളും കുറവായിരിക്കാം, ബുക്ക് വാല്യൂവിനേക്കാളും കുറവായിരിക്കാം. അതുപോലെ തന്നെ ലയബിലിറ്റിയുടെ കാര്യത്തിലും ചില ലയബിലിറ്റികൾ പുതുതായിട്ട് വന്നിട്ടുണ്ടാവാം, ചില ലയബിലിറ്റിയുടെ വാല്യൂ ലയബിലിറ്റി കൂടിയിട്ടുണ്ടാവാം, ചിലത് കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ ഇവയെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതിനെയാണ് റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയും. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ ടു റെക്കോർഡ് ദ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും വാല്യൂയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, മാറ്റം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 10,000 രൂപ വിലയുണ്ടായിരുന്ന അസറ്റ് 11,000 രൂപയിലേക്ക് എത്തുകയാണെങ്കിൽ 1000 രൂപ കൂടി, അങ്ങനെ ആ വാല്യൂ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. 1000 രൂപ കൂടിയെങ്കിൽ അതനുസരിച്ചുള്ള എൻട്രികൾ എഴുതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു റെക്കോർഡ് ദ ചേഞ്ചസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. അപ്പൊ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഓരോ കേസസ് അനുസരിച്ച് കേസ് അനലൈസ് ചെയ്തതിന്റെ ജേണൽ എൻട്രിയും അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വില കൂടിയാൽ എന്ത് ചെയ്യണം? അസറ്റ് ഇപ്പൊ നമ്മള് മെഷീനറി 10,000 രൂപയായിരിക്കും ബുക്കിൽ തന്നിരിക്കുന്നത്, ചിലപ്പോൾ അതിന്റെ വില 12,000 കൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ കൂടിയാൽ എന്ത് ചെയ്യണം? ഒരു അസറ്റിന്റെ വില കൂടിയാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, അസറ്റിന് എന്ത് ബാലൻസ് ആണ്? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ആണ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നത്. ഇവിടെ ഓരോ കേസസ് എഴുതും, അതിന്റെ ജേണൽ എൻട്രി ഇങ്ങോട്ട് എഴുതും. അപ്പം ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിന്റെ വില കൂടിയാൽ എന്ത് ചെയ്യണം? അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, കാരണം അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട്. ഇപ്പൊ മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റ് ചെയ്യാൻ നമുക്ക് എഴുതേണ്ട ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് അക്കൗണ്ട് റീവാലുവേഷൻ ആയിരിക്കും എപ്പോഴും. അപ്പൊ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട് എന്ന് എഴുതാം. അപ്പോൾ ഫോർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, കൂടിയാൽ എന്ത് ചെയ്യണം? ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ആരെ ക്രെഡിറ്റ് ചെയ്യണം? റീവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് ഇവിടെ എഴുതിയും കൂടെ പോയേക്കാം. അപ്പൊ ഇവിടെ റീവാലുവേഷൻ അസറ്റിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ വരും? റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. ഇതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിൽ വരും. ബൈ എന്ത് എഴുതണം? അസറ്റ്. ഏത് അസറ്റ് ആണോ അസറ്റിന്റെ പേരാണ് എഴുതുന്നത്, ബൈ അസറ്റ്. അതിന്റെ എമൗണ്ടും എഴുതണം. ആ ഡിഫറൻസ് വന്ന എമൗണ്ട് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒരു ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ, അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്, കൂടുന്നുണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി അതിന്റെ പോസ്റ്റിംഗ് വരുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരും, റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പൊ ഇവിടെ എന്താണ്? ബൈ അസറ്റ് അക്കൗണ്ട് എന്നാണ് എഴുതുന്നത്. ഏത് അസറ്റ് ആണോ അത്? അവിടെ എന്താണ്? ഇൻക്രീസ് അല്ലെ? ഇൻക്രീസ് അസറ്റിന്റെ വിലയിൽ എന്തുണ്ടായപ്പോഴാണ്? ഇൻക്രീസ് ഉണ്ടായപ്പോഴാണ്. എത്ര രൂപയാണ് ഇൻക്രീസ്? ആ ഇൻക്രീസ് ആണ് അവിടെ എഴുതേണ്ടത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത ഫോർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഇപ്പം ചില അസറ്റുകളുടെ വില കൂടിയെന്ന് വരാം, അതുപോലെ ചില അസറ്റുകളുടെ വില എന്ത് ചെയ്തെന്ന് വരാം? കുറഞ്ഞെന്ന് വരാം. അപ്പൊ അസറ്റിന്റെ വില കുറഞ്ഞാൽ എന്ത് ചെയ്യണം? അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, കുറയണമെങ്കിൽ അസറ്റിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റിന്റെ വില കുറയണമെങ്കിൽ അസറ്റിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആരെ ഡെബിറ്റ് ചെയ്യണം? റീവാലുവേഷൻ ഡെബിറ്റ് ചെയ്യണം. അപ്പം ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു എമൗണ്ട് എത്രയാണോ ആ കുറഞ്ഞ വാല്യൂ ആണ് എഴുതുന്നത്, ടു അസറ്റ്. ഇപ്പൊ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് അസറ്റിന്റെ വിലയിൽ കുറവ് വന്നാൽ എന്ത് ചെയ്യണം? അസറ്റിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ്, അത് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ പകരം ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? റീവാലുവേഷനെ. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്ന് വരും.
അപ്പോൾ അസറ്റ് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഏത് സൈഡിലാണ്? റിവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏത് സൈഡിൽ വരും? ഡെബിറ്റ് സൈഡിൽ വരും അല്ലെ? ഡെബിറ്റ് സൈഡിൽ ടു എന്താ എഴുതേണ്ടത്? ടു അസറ്റ്. ഏത് അസറ്റ് ആണോ ആ അസറ്റിന്റെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. ടു അസറ്റ് അക്കൗണ്ട്. ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, മെഷീനറി ആണെങ്കിൽ മെഷീനറി. അതിന് അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? അസറ്റിന്റെ വില എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്രീസ് ചെയ്താണ് അല്ലെ? ഡിക്രീസ് ചെയ്യുമ്പോൾ ആണ് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കേസ് കണ്ടു കഴിഞ്ഞു. ഈ ഒന്നാമത്തെ കേസ് കണ്ടു, അതുപോലെ രണ്ടാമത്തെ കേസ് കണ്ടു. അപ്പൊ അസറ്റിന്റെ വില കൂടിയാൽ എന്ത് ചെയ്യണം? കുറഞ്ഞാൽ എന്ത് ചെയ്യണം? അസറ്റിന്റെ വില കൂടിയാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യും, അസറ്റിന്റെ വില കുറഞ്ഞാൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് ലൈബിലിറ്റിയുടെ കാര്യമുണ്ട്. ഫോർ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി, ലൈബിലിറ്റിയുടെ എമൗണ്ട് കൂടിയെന്ന് വരാം, കുറഞ്ഞെന്ന് വരാം. ലൈബിലിറ്റിക്ക് മൂന്നാമത്തെ കേസ് ആണ് നോക്കുന്നത്, ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി. ലൈബിലിറ്റിക്ക് എന്ത് ബാലൻസ് ആണ്? ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പൊ ലൈബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം അല്ലെ? ലൈബിലിറ്റി കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞപ്പോൾ റിവാലുവേഷൻ ആണ്. അപ്പൊ ഫോർ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി, ലൈബിലിറ്റിയുടെ വാല്യൂ കൂടിയാൽ ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അത് കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആരെ ഡെബിറ്റ് ചെയ്യണം? റിവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എഴുതേണ്ടത് റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി. റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി. അപ്പോൾ അതിന്റെ പോസ്റ്റിംഗ് വരുമ്പോൾ എന്ത് എഴുതുക? ഇവിടെ ടു റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി, ടു ലൈബിലിറ്റി. അപ്പം ഏത് ലൈബിലിറ്റി ആണോ കുറഞ്ഞത് അതിന്റെ പേരാണ്. അപ്പം ക്രെഡിറ്റേഴ്സ് ആണ്, ടു ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതാം. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ലൈബിലിറ്റിയുടെ വില കൂടുകയാണ് ചെയ്തത്, ഇൻക്രീസ് ചെയ്തു. ലൈബിലിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞു. മൂന്നാമത്തെ കേസ് എന്തായിരുന്നു? ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി, ലൈബിലിറ്റിയുടെ എമൗണ്ട് കൂടി. ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, കൂടിയാൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആരെ ഡെബിറ്റ് ചെയ്യണം? റിവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി എത്ര രൂപയാണ് കൂടുതൽ അതാണ് എഴുതേണ്ടത്. ഇനി റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി അതിന്റെ പോസ്റ്റിംഗ് വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ലൈബിലിറ്റി. അപ്പൊ ആ ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് ആണ്, ക്രെഡിറ്റേഴ്സ് ഏതാണോ അതങ്ങ് എഴുതുക. എന്ത് സംഭവിച്ചാണ്? ഇൻക്രീസ് ഉണ്ടായതാണ് അല്ലെ? ഇനി നമുക്ക് അടുത്തത് നാലാമത്തെയാണ് ഫോർ ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി. ചിലപ്പോൾ ചില ലൈബിലിറ്റികളുടെ വാല്യൂയിൽ എന്ത് സംഭവിച്ചേക്കാം? കുറവും സംഭവിച്ചേക്കാം. അങ്ങനെ കുറവ് വന്നാൽ എന്ത് ചെയ്യണം? ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ചെയ്താൽ കൂടും, കുറയണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ആരെയാ ഡെബിറ്റ് ചെയ്യേണ്ടത്? ലൈബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യണം. ലൈബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പോസിറ്റ് എപ്പോഴും എന്താണ്? റീവാലുവേഷൻ. റീവാലുവേഷൻ അക്കൗണ്ട് എമൗണ്ട് എത്രയാണെങ്കിൽ ആ വ്യത്യാസം എഴുതുക. അപ്പൊ നാലാമത്തെ കേസ് എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ലൈബിലിറ്റി. ലൈബിലിറ്റി ഏതെങ്കിലും കുറയുകയാണെങ്കിൽ ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ്, കുറയണമെങ്കിൽ ലൈബിലിറ്റി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആരെയാണ്? റിവാലുവേഷൻ. അപ്പൊ ലൈബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ. റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ റിവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് ഏത് സൈഡിലേക്കാണ് എഴുതുന്നത്? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ബൈ ലൈബിലിറ്റി, ബൈ ലൈബിലിറ്റി. അതെന്ത് ചെയ്തതാണ്? ഡിക്രീസ് അല്ലെ? ലൈബിലിറ്റി കുറഞ്ഞതാണ്. ബൈ ലൈബിലിറ്റി അക്കൗണ്ട് ഏത് ലൈബിലിറ്റി ആണോ അതാണ് എഴുതുന്നത്. ഇപ്പൊ ലൈബിലിറ്റി ക്രെഡിറ്റേഴ്സ് എങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ എങ്കിൽ ബാങ്ക് ലോൺ, ഏതാണെങ്കിൽ അത് ആ ലൈബിലിറ്റിയുടെ. ഇവിടെ അസറ്റ് എന്ന് പറയുമ്പോഴും അസറ്റിന്റെ പേരാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ നാലാമത്തെ കേസ് വരെ കണ്ടു കഴിഞ്ഞു. അപ്പോ അസറ്റ് കൂടിയാൽ എന്ത് ചെയ്യണം? അസറ്റ് കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ലൈബിലിറ്റി കൂടിയാൽ എന്ത് ചെയ്യണം? ലൈബിലിറ്റി കുറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇതുപോലെ വരാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഫോർ റെക്കോർഡിംഗ് എനി ന്യൂ അല്ലെങ്കിൽ അൺറെക്കോർഡഡ് അസറ്റ്. അതായത് ബാലൻസ് ഷീറ്റിൽ ഇതുവരെ റെക്കോർഡ് ചെയ്യാത്ത ചില അസറ്റുകൾ ചിലപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാവാം. അങ്ങനെയുള്ള അസറ്റുകളെയാണ് അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അസറ്റ് എന്ത് ചെയ്യും? അത്രയും കൊണ്ട് കൂടും. അപ്പൊ ആ അസറ്റിനെ എന്ത് ചെയ്യണം? ആ അസറ്റ് കൂടുമ്പോ അസറ്റ് കൂടുകയാണ്, അസറ്റ് കൂടുന്ന എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ജേണൽ എൻട്രി എന്ന് പറയുന്നത് അൺറെക്കോർഡഡ് അസറ്റ് ആണ് കേട്ടോ. അൺറെക്കോർഡഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ഓപ്പോസിറ്റ് ആസ്പെക്ട് റീവാലുവേഷൻ. അൺറെക്കോർഡഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ. അപ്പോൾ ചിലപ്പം ബിസിനസ്സിൽ ഏതെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെട്ട ബുക്കിൽ രേഖപ്പെടുത്താണ്ട് ഇരിക്കുന്ന അസറ്റുകൾ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും അസറ്റുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് രേഖപ്പെടുത്തണം. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഏതെങ്കിലും അസറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് അസറ്റിന് കൂടും. അസറ്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അസറ്റിനെ ഏതാണോ അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റ് ആ അസറ്റിനെ ഡെബിറ്റ് ചെയ്യുക, റിവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ റിവാലുവേഷൻ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ റിവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ബൈ അൺറെക്കോർഡഡ് അസറ്റ്. അൺറെക്കോർഡഡ്
അസറ്റ്, അതേതാണ് അതിന്റെ പേര് എഴുതി. അപ്പോൾ അതും ഇൻക്രീസ് ആണ് അല്ലെ. അൺറെക്കോർഡ് അസറ്റ് വന്നാൽ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഇൻക്രീസോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അൺറെക്കോർഡ് അസറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ നമ്മൾ 5ാമത്തെ കേസും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് അൺറെക്കോർഡ് അസറ്റ് ഉള്ളത് പോലെ തന്നെ ചിലപ്പോൾ എന്തും വരാം, അൺറെക്കോർഡ് ആയിട്ടുള്ള ലൈബിലിറ്റിയും വരാം. അൺറെക്കോർഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത എന്തെങ്കിലും കൊടുക്കാനുള്ളതാണ്, പക്ഷെ നമ്മൾ അത് എവിടെ എഴുതിയിട്ടില്ല, ബുക്കിൽ എഴുതിയിട്ടില്ല. അപ്പൊ അത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈബിലിറ്റി എത്രയും കൊണ്ട് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ലൈബിലിറ്റി ക്രെഡിറ്റ് ബാലൻസ് ആണ്, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ആരെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അൺറെക്കോർഡഡ് ലൈബിലിറ്റി. ഇപ്പൊ അൺറെക്കോർഡഡ് ആയിട്ട് ബുക്കിൽ രേഖപ്പെടുത്താത്ത എന്തെങ്കിലും ലൈബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തണം. അത് രേഖപ്പെടുത്തുമ്പോൾ ലൈബിലിറ്റി കൂടും. ലൈബിലിറ്റി കൂടണമെങ്കിൽ അല്ലെങ്കിൽ ലൈബിലിറ്റിക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ഓപ്പോസിറ്റ് ആസ്പെക്ട് ഏതാണ്, റീവാലുവേഷൻ. അപ്പൊ ജേണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അൺറെക്കോർഡഡ് ലൈബിലിറ്റി. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് എഴുതുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഏ സൈഡിലാണ് എഴുതേണ്ടത്, ഡെബിറ്റ് സൈഡിൽ എഴുതണം. ടു അൺറെക്കോർഡഡ് ലൈബിലിറ്റി അത് എഴുതും. ഇവിടെ ഓരോന്നിന്റെ എമൗണ്ട് ചേഞ്ച് എത്ര ഉണ്ടോ അത് മാത്രമാണ് നമ്മൾ എഴുതി പോകേണ്ടത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ കഴിഞ്ഞു. അസറ്റിന്റെ വില കൂടുന്നു, അസറ്റിന്റെ വില കുറയുന്നു. ലൈബിലിറ്റി കൂടുന്നു, ലൈബിലിറ്റിയുടെ മൂല്യം കുറയുന്നു. അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റ് വരുന്നു, അൺറെക്കോർഡ് ആയിട്ടുള്ള ലൈബിലിറ്റി. ഇത്രയും കേസുകൾ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീവാലുവേഷൻ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ അത് കൂട്ടി ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ ഇവിടെ ഒരു ബാലൻസ് വരും. ബാലൻസ് വരുന്നത് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണെങ്കിലാണ് ഈ ഒരു ജേണൽ എൻട്രി വരുന്നത്. റീവാലുവേഷൻ പ്രോഫിറ്റ്. ഇപ്പം അഡ്മിഷൻ ഓഫ് പാർട്ണർ ആണെങ്കിൽ ഓൾ പാർട്ട്നർ, അഡ്മിഷന്റെ കേസിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിലേക്കാണ് പോകേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു. റിട്ടയർമെന്റ് ആണ് ആൻഡ് ഡെത്ത് ആണെങ്കിൽ ഓൾ പാർട്ട്നേഴ്സ് നിലവിൽ പിരിഞ്ഞു പോകുന്ന ഉൾപ്പെടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണ്. ഇനി ചിലപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഒരു കേസ് സംഭവിക്കാം. ഓപ്പോസിറ്റ് ഇപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി ആണ് ഫോർ ട്രാൻസ്ഫറിംഗ് റീവാലുവേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ജേണൽ എൻട്രി എഴുതാം. റീവാലുവേഷൻ പ്രോഫിറ്റ് വരുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കൂടും. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ റീവാലുവേഷനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പം പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ആകുമ്പോൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കൂടുന്നു, അതുകൊണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതാണ് നമ്മൾ എഴുതിയത് റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇത് പ്രോഫിറ്റ്, റീവാലുവേഷൻ പ്രോഫിറ്റ് എന്നുള്ള കേസിലാണ് നമ്മൾ ഈ ജേണൽ എൻട്രി എഴുതുന്നത്. ഇനി ഇതല്ലാതെ ചിലപ്പോൾ എന്താകാം, ഓർ ചിലപ്പോൾ ഇതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താകാം, റീവാലുവേഷൻ ലോസ് ആണ്. റീവാലുവേഷൻ ലോസ് ആകുമ്പോൾ, ലോസ് വരുമ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. അപ്പം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ ടു റീവാലുവേഷൻ. ഓപ്പോസിറ്റ് എപ്പോഴും റീവാലുവേഷൻ ആയിരിക്കും. അപ്പം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് റീവാലുവേഷൻ എന്നും റീവാലുവേഷന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതും. അത് ഏത് കേസിലാണ്, ലോസ് വരുമ്പോൾ മാത്രമാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഒന്നെങ്കിൽ ഇത് വരും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് വരും, ഇതിന്റെ ആവശ്യമില്ല. ലോസ് ആണെങ്കിൽ ഇവിടെ വരികയില്ല, ഇങ്ങനെയും വരും. അപ്പൊ ഇതാണ് റീവാലുവേഷൻ. നമുക്ക് ഇവിടെ എമൗണ്ട് എത്രയാണോ അത് എഴുതണം. അടുത്തൊരു വീഡിയോ നമുക്ക് അതിന്റെ ഫിഗേഴ്സ് എല്ലാം കൂടെ ഉള്ളത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് used to record the changes in the value of assets and liabilities, increase in the value of asset, decrease in the value of asset, increase in the value of liability, decrease in the value of liability.
ഫോർ റെക്കോർഡിംഗ് അൺറെക്കോർഡ് അസറ്റ്, റെക്കോർഡിംഗ് അൺറെക്കോർഡ് ലൈബിലിറ്റി. ഇനി നമ്മൾ ഇതൊന്ന് നോക്കുകയാണ്. അസറ്റിന്റെ വില കൂടുമ്പോൾ ഇവിടെ എഴുതി, ലൈബിലിറ്റി കുറയുമ്പോൾ എഴുതി, അൺറെക്കോർഡ് അസറ്റ് വന്നതിൽ എഴുതി. അപ്പൊ നമുക്കൊരു എഴുതാം, ഒരു കാര്യം ഇവിടെ പറയാൻ സാധിക്കും. റീവാലുവേഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് എന്തൊക്കെ കാര്യങ്ങൾ ക്രെഡിറ്റ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി. അസറ്റിന്റെ വില കൂടുകയോ ലൈബിലിറ്റി കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡ് വരും. അപ്പൊ അൺറെക്കോർഡ് അസറ്റ് വരുമ്പോഴും അസറ്റ് കൂടിയാണ്. അപ്പൊ അസറ്റിന്റെ വാല്യൂ കൂടുക, ലൈബിലിറ്റി കുറഞ്ഞാൽ ലൈബിലിറ്റി കുറയുക. ഇത് എന്തായാലും സംഭവിച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ഇനി അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോഴോ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അൺറെക്കോർഡ് ലൈബിലിറ്റി വരുമ്പോഴും ഇൻക്രീസ് ആണ്. അസറ്റ് ഡിക്രീസ് ചെയ്യുകയോ ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ റിവാലുവേഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ വരും. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ലൈബിലിറ്റി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റിവാലുവേഷൻ അക്കൗണ്ട്. അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഓക്കെ.